മെയ് 18 ഞായറാഴ്ച പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി ഔദ്യോഗികമായി സ്ഥാനമേറ്റ ശേഷമുള്ള ലിയോ 14 പാപ്പയുടെ ആദ്യ പൊതുകൂടിക്കാഴ്ച മെയ് 21 വത്തിക്കാൻ ചത്തുരത്തിൽ നടന്നു. തങ്ങളുടെ ഇടയനായി കാത്തുനിന്ന വിശ്വാസി സമൂഹത്തെ ആവേശത്തിലാഴ്ത്തി ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പ പോപ്പ് മൊബിലിലൂടെ വിശ്വാസി സമൂഹത്തിനിടയിലൂടെ കടന്നുവന്നു. തന്റെ ആദ്യ പൊതുകൂടിക്കാഴ്ചയിൽ ഇംഗ്ലീഷിൽ സന്ദേശം നൽകിയ പാപ്പ വിധക്കാരന്റെ ഉപമയെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കാൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. കൂടാതെ ഫ്രാൻസിസ് പാപ്പ തുടങ്ങിവെച്ച പ്രത്യാശയുടെ തീർത്ഥാടകരാകുക എന്ന സന്ദേശവും പൊന്തിഫ് തന്റെ ആദ്യ പൊതുസമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചു. വിധക്കാരന്റെ ഉപമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പാപ്പ ഈ ഉപമയെ എല്ലാവരും സ്വന്തം ജീവിതവുമായി താരതമ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഈ ഉപമയിൽ ഞാൻ എവിടെയാണ്? ഈ ഉപമ എന്റെ ജീവിതത്തോട് എന്താണ് പറയുന്നത്? വിധക്കാരന്റെ ഉപമയിൽ ദൈവത്തിന്റെ ശക്തിയും അത് നമ്മിൽ ചെലുത്തുന്ന സ്വാധീനവും കാണാൻ കഴിയുമെന്ന് ലിയോ 14 പാപ്പ വിശദീകരിച്ചു. സുവിശേഷത്തിലെ ഓരോ വാക്കും നമ്മുടെ ജീവിതമാകുന്ന മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്തുപോലെയാണെന്നും മണ്ണ് നമ്മുടെ ഹൃദയം മാത്രമല്ല ലോകവും സമൂഹവും സഭയും കൂടിയാണെന്നും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കി. സുവിശേഷത്താൽ സ്പർശിക്കപ്പെടാത്ത ജീവിതങ്ങൾ അർത്ഥമില്ലാത്തവയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. യേശുവിന്റെ വചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, പക്ഷേ അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നുവെന്ന സത്യം മനസ്സിലാക്കാൻ ഈ ഉപമ നമ്മെ സഹായിക്കുന്നുവെന്ന് പാപ്പ വിശദീകരിച്ചു. കാര്യങ്ങൾ കണക്കുകൂട്ടി ആസൂത്രണം ചെയ്യാൻ ശീലിച്ചവരാണ് മനുഷ്യർ, എന്നാൽ കണക്കുകൂട്ടലുകൾക്ക് വിധേയമല്ല സ്നേഹമെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവം നമ്മൾ ഏറ്റവും നല്ല മണ്ണായി മാറുന്നതുവരെ കാത്തു നിൽക്കുന്നില്ല, മറിച്ച് അവൻ തന്റെ വചനം വീണ്ടും വീണ്ടും നമുക്ക് നൽകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തന്റെ സന്ദേശ സമാപനത്തിൽ തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ 1 മാസം തികയുന്ന അവസരത്തിൽ ലിയോ 14 പാപ്പ അനുസ്മരിച്ചു. സമാപനത്തിൽ സ്വർഗസ്ഥനായ പിതാവെ ഗാനരൂപത്തിൽ പാപ്പ ആലപിച്ചത് ഹൃദ്യമായ അനുഭവം സമ്മാനിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.